Hi dears, Nishi's Kitchen Vlogs like swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കാസർഗോഡ് സ്പെഷ്യൽ പലഹാരമാണ് മഞ്ഞ ചപ്പില അപ്പം. മഞ്ഞളുടെ ഇലയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുക. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പം പൊടിയാണ്. ഇടിയപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിന് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ചൊഴിച്ച് കുഴക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ. ഈ തിളച്ച വെള്ളം ആയതുകൊണ്ട് ആദ്യം ഒരു തവി കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് കുറയുമ്പം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. മഞ്ഞച്ചപ്പില അപ്പത്തിനുള്ള മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പത്തിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് ഏകദേശം ഒരു 150 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇതിനി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഉണ്ടാവും. ഇനി തീ കത്തിച്ച് ഇത് ഇളക്കി വരട്ടിയെടുക്കാം. ഇപ്പോ ശർക്കര ഉരുക്കിയതിന്റെ വെള്ളമെല്ലാം വറ്റി നല്ല കട്ടിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അപ്പത്തിന് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മഞ്ഞളുടെ ഇല കഴുകി വെള്ളം തോർത്തിയെടുത്തിട്ടുണ്ട്. മഞ്ഞളുടെ ഇലയിലാണ് പരത്തേണ്ടത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഒരിലയെടുത്ത് റെഡിയാക്കി വെച്ച മാവുന്ന് ചെറിയ ഉരുളയെടുത്ത് ഇലയിൽ പരത്താം. ഈ ഇലേൻ്റെ സൈസ് ഇഡലി പാത്രത്തിന് കണക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നീളം അധികമില്ല ഇല. കൈ കൊട്ടിപ്പിടിക്കുന്നെങ്കിൽ കുറച്ച് എണ്ണ വരട്ടാം. ഞാനിപ്പം കുറച്ച് എണ്ണ വരട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് നിരത്തി കൊടുക്കാം. ഫില്ലിങ്ങിന് നിരത്തിയിട്ടുണ്ട്. ഇതിന് മടക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോ 3 അപ്പത്തിന് വേണ്ടി പരത്തി ഫില്ലിങ് വെച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ അടുപ്പത്ത് ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിന്റെ മേലെ ഒരു ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പത്തിന് വേണ്ടി മടക്കി വെച്ചത് വെച്ചു കൊടുക്കാം. ഇതിനി അടച്ച് വേവിച്ചെടുക്കാം. മഞ്ഞച്ചപ്പിലപ്പം ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. എല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതായാലും ഇങ്ങനെ അടന്നു വരുന്നുണ്ട്. ഇതാണ് വെന്ത പാകം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ടാവും. തിളച്ച വെള്ളത്തിൽ കുഴച്ചുകൊണ്ട് പെട്ടെന്ന് വേവും. കാസർഗോഡ് സ്പെഷ്യൽ മഞ്ഞച്ചപ്പിലപ്പം റെഡിയാണ്. ഇതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. പറ്റുന്നവരുണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.